സോ ഹലോ പുതിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോണ നമ്മുടെ ഒരു 1v1 മാച്ചാണ്, കസ്റ്റം മാച്ച്. അപ്പോൾ ഒരുത്തനുമായിട്ടാണ് നമ്മൾ ഇന്ന് 1v1 കാര്യം കളിക്കാൻ പോണത്. ഒരു പഞ്ചിന് വേണ്ടി നല്ല ടൈപ്പ് ഗൺസിനൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. ഫുള്ളാക്കട്ടെ. ആദ്യത്തെ റൗണ്ട് തോറ്റെന്ന് പറഞ്ഞാൽ ഞാൻ ബെസ്റ്റൊക്കെ എടുക്കാൻ മറന്നു. സാധനമാണ് കിട്ടിയത്. കുഴപ്പമില്ല, ഇപ്രാവശ്യം നമുക്ക് 2 റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള റൗണ്ട് എങ്ങനെയാണെന്ന് ദൈവത്തിനറിയാം. ഹെഡ് ഫുൾ റെഡ് എല്ലാം കൊടുത്ത് ചെക്കനെ അങ്ങ് ഉറക്കി കിടത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി തൊട്ട് എന്റെ ഫ്രണ്ട്സ് ഈ മാച്ച് കണ്ടിട്ട് അമ്മമാര് പേടിക്കുന്നു. 400% അത്രയ്ക്കും ഹെഡാണ്. മുമ്പ് അടിക്കാൻ മറന്നുപോയി ഗൈസ്. ഞാൻ വിചാരിച്ചു അവൻ എൻ്റെ കൂടെ BR എല്ലാം കളിക്കാനായിരിക്കുന്ന. ചെക്കൻ ചാടി ഒരു കമൻറ്റ് ഇടണ്ട് ചുമ്മാ അങ്ങ് കസ്റ്റം മാച്ച് കയറ്റി വന്നത്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ ഇച്ചിരി താമസം കിട്ടിയത്. അത് പ്രശ്നമില്ല, നമുക്ക് എന്തായാലും പൊളിക്കാം ഗൈസ്. പൊളിക്കാം. ഒരു പഞ്ചിന് വേണ്ടി കേട്ടോ ഇതെടുത്ത മിനിയൂസി. അവനവിടെ ഇതിട്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ കൂടെ പല ടൈപ്പ് സാധനം. സെക്കൻഡ് റഷ് ചെയ്ത് തന്നെ അടിച്ചു. അത് കാരണം ഞാൻ ഈ റൗണ്ടിൽ അങ്ങ് തോറ്റിട്ടില്ല. പ്രശ്നമില്ല ഗൈസ്, നമുക്ക് ഇനിയും പിടിക്കാം. ഒരു മിനിയൂസി വെസ്റ്റ് കൂട്ടി കാണും ഗൈസ്. അതാണ് പ്രശ്നം. നമ്മള് 2 പേര് ഓക്കെ ഗൈസ്. അങ്ങനെ എല്ലാ സംഭവവും നമ്മൾ മാക്സിമം വാങ്ങിക്കാൻ പറ്റുന്ന എല്ലാ സംഭവവും വാങ്ങിച്ചിട്ടുണ്ട്. തോറ്റി അതെൻ്റെ പ്രശ്നമല്ല പ്ലീസ്. അവിടെ കൂടെ ചെക്കൻ റഷ് ചെയ്ത് വരുന്നുണ്ട്. നമ്മളെ ഒളിച്ചിരുന്ന ഫുൾ റെഡ് അടിച്ച് വീഴ്ത്തി. ചെക്കൻ നൈസിനെ വെച്ച് ചത്തുപോയി ഗൈസ്. പാവം, എന്ത് പറയാൻ ഗൈസ്. ഇവന്റെ വാചാടി ഇവന്റെ സ്കിന്നാണ് യൂസ് ചെയ്യണത്. അതൊക്കെ, പക്ഷെ ഇവനല്ലല്ലോ കളിക്കണേ ഗൈസ്, ഞാനല്ലേ കളിക്കണേ. പിന്നെ എങ്ങനെയാ ഇവന്മാർ ഇങ്ങനത്തെ ഇത് പറഞ്ഞേ? മനുഷ്യന്റെ കോൺസെൻട്രേഷനും തെറ്റും. സെക്കൻഡ് 2 റൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ സത്യ. അത് മോളിൽ കണ്ടാലും അറിയാം. 4 എനിക്കാകെ 3 റൗണ്ടും കൂടി ഒതുക്കി സ്പീഡ് അടിക്കാൻ. ചെക്കനെ നൂബാണ്. അവന്റെ വെസ്റ്റ് പൊട്ടിട്ടുണ്ട്. ഇല്ലെന്ന് നമ്മുടെ കൈറോസിന്റെ ഒക്കെ പവർ അവന്റെ നേരത്ത് തന്നിട്ടുണ്ടെങ്കിലോ ചെക്കൻ എപ്പം ചത്തെന്ന് ചോദിച്ചാൽ പോരെ. ഇതിന്റെ കൈറോസിന്റെ പവർ തന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. മാതിരി പവറുണ്ടോ നമ്മുടെ കൈറോസിന് തന്നെ കുഞ്ഞിപ്പോയി. നമുക്ക് അവൻ എല്ലാം മുട്ടിച്ചു. ഞാൻ സോണിപ്പെട്ടു. ഹെഡ് മാച്ച് ആണല്ലോ. ബോഡി മാച്ച് മറ്റേ ബോഡി മാത്രമായിട്ടുള്ളത്. അവൻ നമ്മളടിച്ച് വീഴ്ത്തി. ബെസ്റ്റ് എല്ലാം പൊട്ടിയല്ലോ. I may not be a game master, but I am a master of games. നമ്മളെല്ലാം കൊണ്ട് സെറ്റായിരിക്കണം.
എന്നാലേ എനിമീനെയൊക്കെ തുരത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. ടാർഗറ്റിംഗ് ആയാലും വെറും 1K ആണ്. നിങ്ങൾ പല യൂട്യൂബ് ചാനലിലും 1K ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേവിയത് എനിക്കും കൂടി ആ 1K ഒന്ന് തന്നെ. എനിക്ക് അതേ ഉള്ളൂ ആഗ്രഹം. ഒരുത്തനെ ഞാൻ കണ്ടില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ എനിമിയും കയ്യിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് ചെക്കൻ പോയത് ഗൈസ്. ബംഗാളിയാണെന്നാണ് ഗൈസ് തോന്നുന്നത്. ഏത് ബംഗാളി ആയാലും നമ്മൾ അവന്മാരെ ഇന്ന് അടിച്ചു വീഴ്ത്തും. ചെക്കൻ റഷ് ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ പവർ കാണിച്ചു കൊടുക്കും ഗൈസ്. ഞാൻ എത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ 0 ആയിരിക്കും, എനിക്കറിയില്ല ഗൈസ്. ഇയേഴ്സ് ഞാൻ 2023 തുടങ്ങിയത്. വരട്ടെ ഞാൻ അങ്ങനെ അവന് ഒന്നും കൂടി അടി കൊടുത്ത് ചെക്കനെ ഉറക്കിയിട്ടുണ്ട്. എന്ത് പറയാനാണ് ഗൈസ്, നമ്മുടെ വേറെ ഇപ്പം എല്ലാം ഓക്കെയാണ്. ഇവിടെ എൻ്റെ വെസ്റ്റിൽ പോലും പാവം ചെക്കന് തൊടാൻ പറ്റിയില്ല. കാരണം അവൻ്റെ കയ്യിൽ വെറും M80 മാത്രം, M80 മാത്രമേ ഉള്ളൂ. പിന്നെ ഉസി ഉണ്ട്, അത് നമ്മൾ വാങ്ങിക്കാൻ പറഞ്ഞു. അതും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര പവറായിരിക്കും. ഇവൻ തന്നെ ഏകദേശം ഒരു എലൈറ്റ് ഹീറോയ്ക്കാന്ന് തോന്നുന്നു. ഞാൻ അവൻ്റെ അറിയാണ്ടൊരു അവൻ്റെ ഗ്രൂപ്പിൽ വന്നായിരുന്നു. എൻ്റെ ഗ്രൂപ്പിൽ അവൻ വന്നായിരുന്നു. എന്നിട്ട് നേരെ പടയെന്നും പറഞ്ഞ് കസ്റ്റം മാച്ചിലോട്ടേക്കാന്ന് പോയി. ഞാൻ മൈക്ക് പോലും ഓണാക്കിയില്ല കസ്റ്റം മാച്ച് കളിക്കണമെന്ന്. ഒരു വീട്ടിൽ എന്നിട്ടാണ് ചെക്കൻ അയ്യോ പാവം ഗൈസ്, പാവം തന്നെ ഓർത്ത് കേട്ടോ. അവൻ്റെ വെസ്റ്റ് പൊട്ടിച്ചു. നിനക്ക് ഒരു വിഷമമില്ലടാ. അല്ല, അവൻ്റെ നെറ്റ് പ്രോബ്ലം. ഈ ബാറും അവനെത്തും. എടാ മോനെ പോടാ. ഓൾറെഡി വീണ്ടും കൊടുത്തു. ചെക്കൻ തോക്കും നല്ല 100% ഉറപ്പുണ്ട്. എത്ര വലിയ ഗ്രാൻഡ് മാസ്റ്റർ വന്നാലും നമ്മൾ ഡയമണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹാൻഡ് പവറിന് അവന്മാർ നിൽക്കില്ല. ഉറപ്പാണ് ഗീസ്. ഓക്കെ, നന്നായിട്ട് നമുക്ക് ഇപ്പം എല്ലാം കൂട്ടി വയ്ക്കണം. നമ്മുടെ കൈറിസിൻ്റെ പവർ തന്നെ പറയണ്ടല്ലോ. ടയാക്സോ എന്ന് പറഞ്ഞ ക്യാരക്ടറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുലിയായിരിക്കും. പുലി, കാരണം അവനെ വെച്ചിട്ടാണ് കൂടുതലും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ഇനിയൊരു 2 മാച്ചും കൂടി കഴിയുകയാണെങ്കിൽ ചെക്കൻ തീരും. ചെക്കൻ എന്നെ വിട്ട് പോകുമെന്നറിയില്ല ഗൈസ്. ഇവിടെയും ചെക്കനെ കാണില്ലല്ലോ. ചെക്കൻ വേണ്ടെന്ന് വെച്ചോ. പാവം ഗൈസ്, അവൻ തോക്കൂന്നറിയാം. അതുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി നിന്ന് തന്നു. പാവം ഗൈസ്, നമ്മളങ്ങനെ ഒരു ഭൂഷായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കും കല്ല് പാലിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പറ്റണ പോലെ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.